പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷെ മരിക്കണം. എവിടെ നോക്കിയാൽ ആത്മഹത്യ. അവിടെ മരിച്ചു, ഇവിടെ മരിച്ചു. എനിക്കും അറിയണം. ആ ഫീലിംഗ് എനിക്കും അറിയണം. ഞാൻ മരിക്കും. സംശയം ഉണ്ടല്ലേ? എന്തിനാ സംശയം? ഞാൻ ശരിക്കും മരിക്കാൻ പോവാ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണങ്ങളുണ്ട്. പക്ഷെ എന്റെ കാരണങ്ങള് നിങ്ങൾക്ക് കാരണമാണെന്നില്ലല്ലോ. അത് പേഴ്സണലായിട്ട് തന്നെ നിൽക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു വലിയ നടനാണെന്നായിരുന്നു ആഗ്രഹം. അതിന് ഏതായാലും നടക്കൂല. മരിക്കാൻ തീരുമാനിച്ചില്ലേ? ഒന്നും നടക്കില്ല. പക്ഷെ മരിച്ചേ പറ്റും. എനിക്ക് അഭിനയിക്കണം. മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് അഭിനയിക്കണം. യെസ് യെസ്, ഹിയർ വി പീപ്പിൾ. പോൾ മാറ്റി എന്റെ സഹോദരനായിരുന്നു. അല്ല, ഇച്ചായൻ എനിക്ക് അപ്പച്ചനെ പോലെ ആയിരുന്നു. എനിക്ക് ഇച്ചായനും ഞാൻ ഇച്ചായനും. അവിടേക്കാണ് അവൾ വന്നത്, ചന്ദ്രിക. അവളുടെ റിയൽ ക്യാരക്ടർ മനസ്സിലാക്കി അന്ന് തന്നെ ഇച്ചാനെ വിളിച്ചിരുന്നു. പിന്നീട് ഞാൻ അറിയുന്നത് എന്റെ ഇച്ചാന്റെ മരണമാണ്. പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ട ഒരു 18 വയസ്സുകാരൻ എന്ത് ചെയ്യാൻ? ഞാൻ കാത്തിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി എന്റെ ഇച്ചാന്റെ മരണത്തിന് കാരണം 3 പെണ്ണുങ്ങൾ. അവരെ രക്ഷിക്കാൻ 4ാമതൊരു പെണ്ണ്. അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ABCD എന്നിൽ തുടങ്ങുന്നത് എന്നെ ഹരം കൊള്ളിച്ചു. I want something dramatic, something extraordinary. ഞാൻ സ്ക്രിപ്റ്റുകൾ മാറ്റി മാറ്റി എഴുതി. എന്റെ സ്ക്രിപ്റ്റിന്റെ ആദ്യ ഘട്ടം എന്ന പോലെ ഞാൻ ബീനയെ പ്രണയിച്ചു. ഞാൻ അവളെ കല്യാണം കഴിക്കുമെന്ന് അവളെ വിശ്വസിപ്പിച്ചു. ചന്ദ്രികന്റെ ഇച്ഛാനെ വിശ്വസിപ്പിച്ച പോലെ. അവളുമായി ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ആലീസിന്റെ പബ് ഹൗസിൽ വെച്ചായിരുന്നു. പിന്നീട് ഞാൻ കാത്തിരുന്ന നിമിഷം ആലീസിന്റെ മരണം. പോൾ മാത്യുവിന്റെ സഹോദരനാണ് ഞാനെന്ന് അറിഞ്ഞപ്പോൾ മരണത്തിന്റെ അവളൊന്ന് ഞെട്ടി. സർക്കാർ പറയാണ് ശങ്കരപിള്ള എന്റെ അപ്പ അല്ല. സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ഇല്ല. ഇപ്പൊ ശങ്കരപിള്ള എന്നെ നേരിട്ട് വന്ന് പറയുകയാണെങ്കിലോ സമ്മതിക്കുമോ? സമ്മതിക്കുമോടാ? ഇല്ല. ഇവന്മാരിപ്പോ ഇവിടെ പറഞ്ഞ ഇവിടെ തമിഴ്നാടാണെന്നാണ്. സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതിപ്പോഴും തിരുവിതാംകൂർ തന്നെയാണ്. എന്റെ നാട് ഭരിക്കുന്നത് സാക്ഷാൽ ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡ കിരീടപതി ദേവോദേവല്യേ സുൽത്താൻ മഹാരാജ ബഹദൂർ ഷാ ശർജൻ വിശാഖൻ തിരുനാൾ ബാലരാമവർമ്മ പൊന്നാമര തന്നെയാണ്. എന്തേ? അതാണ് ഒറ്റത്തിന് ഇവിടെ കണ്ടുവരുന്നത്. ഇപ്പൊ ഇറങ്ങിക്കോളാം ഇവിടുന്ന്. പിന്നെ നീയൊക്കെ എന്താ വിചാരിച്ച? എല്ലാം ഒരു ഒറ്റ കണ്ട് ഉണ്ടാക്കാന്നോ? പിന്നെ ഞാനൊക്കെ വെറുതെ എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കരുത്. വേണ്ട, പോയോ. അവളോട് എനിക്ക് പ്രണയമായിരുന്നു. അവൾക്കും എന്നോട് അങ്ങനെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവൾ പോയി. ഞാൻ ഇതുവരെ അവളോട് അത് പറഞ്ഞിട്ടില്ല. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ വിഷമങ്ങളല്ല അവൾ കടിച്ചു പിടിച്ചുകൊണ്ട് തിരിഞ്ഞു പോലും നോക്കാൻ വയ്യാതെ അവൾ പോയത്. ഞാനെന്താ ഇങ്ങനെ? ഞാനൊരു മനുഷ്യനാണ്. തമാശ നീ മരിക്കാം.
പെട്ടെന്നല്ല ഒരു ചെറിയൊരു പേടിയൊക്കെ വന്നു. എല്ലാരും വിട്ടു പോകണ്ടായിരിക്കും.